അധ്യാപകർ പഠിപ്പിക്കേണ്ടവരാണെന്നും പാമ്പു പിടിക്കാനും ചീര പറിക്കാനും ഓടിടക്കി മാറ്റാനും അധ്യാപകരെ ഉപയോഗിക്കരുതെന്നും AKSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MN വിനോദ് AKSTU DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MN വിനോദ്. ജനഹിതവും അധ്യാപക ജീവനക്കാരുടെ ആവശ്യങ്ങളും തിരിച്ചറിയുന്നവരല്ല ഭരണാധികാരികളെന്ന് അധ്യാപക സമൂഹം തിരിച്ചറിയണമെന്നും MV വിനോദ് കുമാർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AKSTU DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MN വിനോദ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു മുടിയുന്നു എന്നൊക്കെ, പക്ഷെ അതിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ റവന്യൂ വരുമാനങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ എവിടെയാണ് ചോർച്ച സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കതിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും IAS പോലത്തെ ജഡ്ജിമാർ പോലത്തെ ആളുകൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ അനവധി നൽകുമ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട അധ്യാപകർക്കും ജീവനക്കാർക്കും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഈ ധർണയിലൂടെ സർക്കാരിനെ അറിയിക്കുക. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഐതിഹാസികമായ സമരങ്ങൾ പങ്കാളിത്ത പെൻഷന് വേണ്ടി നടത്തിയതാണ് ജോയിന്റ് കൗൺസിലും നമ്മളും KGF ഉൾപ്പെടെയുള്ള സമരസമിതി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജനുവരി 22 നമ്മൾ മാത്രം നടത്തിയ സമരം, നമ്മൾ നമ്മുടെ ശമ്പളങ്ങൾ മുടക്കി സമരം ചെയ്തപ്പോ അങ്ങ് കേന്ദ്രത്തിലേക്ക് നോക്കൂ, PFRDA ബിൽ പിൻവലിക്കൂ എന്ന് പറഞ്ഞ സംഘടനകൾ പോലും ഇപ്പോൾ ആ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഇതിന് ഉദാഹരണമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി. അധ്യാപക മേഖലയുൾപ്പെടെ കരാർവൽക്കരണത്തിന് വഴി തുറക്കുകയാണ്. കരാർവൽക്കരണത്തെയും കോർപ്പറേറ്റ് വൽക്കരണത്തെയും എതിർത്ത പാരമ്പര്യത്തിൽ നിന്നും ഇടത് സർക്കാർ വ്യതിചലിക്കുന്നത് പ്രത്യാഘാതം സൃഷ്ടിക്കും. ക്ഷാമബത്ത കുടിശ്ശിക ഏറി വരികയാണ്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ജീവനക്കാരുടെ അവകാശങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇടത് സർക്കാരിന് യോജിച്ചതല്ല. സർക്കാരിന്റെ പല ചെയ്തികളും ജനപക്ഷത്ത് നിൽക്കേണ്ട ഇടത് നയത്തിന് യോജിച്ചതല്ല. അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതും പ്രതിഷേധങ്ങളെ അവജ്ഞതയോടെ കാണുന്നതും ഇടത് നയത്തിന് യോജിച്ചതാണോ എന്നും പരിശോധിക്കണമെന്നും MN വിനോദ് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് റാണി ദിവൈ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സതീഷ് മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജ്യോതി N ഉണ്ണികൃഷ്ണപിള്ള, ലിൻഡോ വേങ്ങശ്ശേരി, ദിനകരൻ എന്നിവർ സംസാരിച്ചു. നടപ്പിലാക്കേണ്ട സമയത്ത് നടപ്പിലാക്കേണ്ട കാര്യം നടപ്പിലാക്കേണ്ട പോലെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പറയാനുള്ളത്. DA കുടിശ്ശികയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഒരു ഓഫീസിൽ അടിസ്ഥാന ശമ്പളം 20,000 രൂപയുള്ള ഏറ്റവും താഴെയുള്ള ഒരു LD ക്ലർക്ക് വാങ്ങുന്ന അതേ ശമ്പളം തന്നെയാണ്. ആ ശമ്പളത്തിൽ നിന്നുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് 14 രൂപയ്ക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും അതേ ഓഫീസിന് മുകളിലിരിക്കുന്ന ലക്ഷങ്ങൾ അടിസ്ഥാന ശമ്പളമുള്ള IAS-കാരന് എല്ലാ ആനുകൂല്യങ്ങളും വാരിക്കോരി കൊടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും താഴെയുള്ള ആളുകളെ കാണാനുള്ള കണ്ണുണ്ടാവുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2021 കോവിഡിന് ശേഷം 4 ഗഡു നമുക്ക് ഘട്ടമായി തരാം എന്ന് പറഞ്ഞതാണ്. അതിന്റെ പക്ഷേ അതും പെൻഡിംഗ് ആണ് ഇപ്പോൾ. തീർച്ചയായും